ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാവോ? ഇന്ന് ജൂൺ 19 അല്ലേ, വായന ദിനമാണ്. നമ്മൾ വായന ദിനമായിട്ട് ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂൺ 19 വായന ദിനമായിട്ട് ആചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് PN പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായന ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഒരു തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് PN പണിക്കരുടെ ചരമദിനമാണ് വായന ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, സാധാരണ നമ്മളെപ്പോഴും എല്ലാവരുടെയും ജന്മദിനമാണ് അല്ലേ ആഘോഷിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ട് നമ്മുടെ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 1995 ജൂൺ 19 അന്തരിച്ച PN പണിക്കരുടെ ചരമദിനം കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു. ഇപ്പോൾ PN പണിക്കർ അന്തരിക്കുന്നത് 1995 ജൂൺ 19 അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം 1996 മുതൽ ജൂൺ 19 വായന ദിനമായിട്ട് ആചരിച്ചു വരുന്നു. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് PN പണിക്കർ. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി ജനിച്ച വ്യക്തിയാണ് PN പണിക്കർ. 1926 അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. അപ്പോൾ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചത് ആരാണ്? PN പണിക്കറാണ്. ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള ഒരാഴ്ച കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വായനവാരമായി ആചരിക്കുന്നു. അപ്പോൾ ഒരാഴ്ച നമ്മൾ വായനവാരമായിട്ട് ആചരിക്കുന്നുണ്ട്. 2017 മുതൽ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമാണ്. ഓക്കെ, അപ്പൊ കേരളത്തിൽ 1996 മുതലാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയൊട്ടാകെ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നത് 2017 മുതലാണ്. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ PN പണിക്കർ സ്മാരക ഗവൺമെന്റ് LP സ്കൂളായി 2014 വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു. 2004 PN പണിക്കരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2004 PN പണിക്കരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം. ജൂൺ 19 വായന ദിനമായിട്ട് ആചരിച്ചു വരുന്നു. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിൽ 1996 മുതലും ഇന്ത്യയൊട്ടാകെ 2017 മുതലുമാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, അതുപോലെ 1926 സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ച വ്യക്തിയാണ് നമ്മുടെ PN പണിക്കർ. ഓക്കെ, 2004 PN പണിക്കരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ വായനയെക്കുറിച്ച് പ്രശസ്തരുടെ വാക്കുകൾ നമുക്ക് നോക്കാം അല്ലേ. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ, വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ, വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഗാന്ധിജിയാണ്. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കോട്ടുണ്ട് വായനയെ പറ്റി അല്ലേ. എല്ലാവർക്കും അതായിരിക്കും ഓർമ്മ വരുന്നത്. ഏറ്റവും നല്ല ഒരു പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്, ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യവും. ഏറ്റവും നല്ല ഒരു പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്, ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യവും. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ വരികളാണ്. ഇനി വായനാ ദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു പേരറിയാവോ? ഓർക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് അല്ലേ. കുഞ്ഞുണ്ണി മാഷ് എന്താ പറഞ്ഞത്? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും അല്ലേ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതല്ലേ. എന്താണ്? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും അല്ലെ. വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും, പക്ഷെ വായിച്ചാൽ എന്ത് ചെയ്യും? വിളയും. വായിച്ചില്ലെങ്കിലോ വളയും. ഓക്കെ, ഇനി നമ്മുടെ മാർക്ക് ട്വൈൻ്റെ വരികൾ നോക്കാം. നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത ഒരാളും നിരക്ഷരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അല്ലെ. നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത ഒരാളും നിരക്ഷരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞത് മാർക്ക് ട്വൈനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വായനാ ദിനവുമായി ഓർത്ത് ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും
ഒരു നല്ലൊരു വായന ദിനം ആശംസിക്കുന്നു. വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുക, അവർക്കൊക്കെ വീഡിയോ കേൾപ്പിച്ചു കൊടുക്കുക, അവർ വായിച്ച് വളരട്ടെ അല്ലേ. നമ്മൾ കണ്ടും കേട്ടും അറിയുന്നതിനേക്കാളും ഉപരിയായിട്ട് അവർ വായിച്ചും കൂടെ അറിയട്ടെ. സ്വയം അവർ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളിലും സ്വന്തമായിട്ട് അഭിപ്രായം പറയാനായിട്ടുള്ള ശേഷി കുട്ടികൾക്കുണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു വായന ദിനം ആശംസിക്കുന്നു. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.